നെഹമ്യ അധ്യായം 3. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. മഹാപുരോഹിതനായ ഏലിയാശീബും അവൻ്റെ സഹോദരരായ പുരോഹിതന്മാരും അവൻ്റെ മക്കളും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതുറപ്പിച്ചു, അതിൻ്റെ കതകുകളും വച്ചു. ഹമ്മേയാഗോപുരം വരെയും ഹനനയേൽ പടിവാതിൽ വരെയും ഉറപ്പിച്ചു. അതിനപ്പുറം യെരിഹോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ മകൻ സക്കൂറും പണിതു. ഹസനയ മുൻവാതിലും പണിതു. അതിൻ്റെ പടികൾ വച്ചു വാതിലും ഓടാമ്പലും അന്താഴവും ഉറപ്പിച്ചു. അവർക്കും അപ്പുറമായി ഹക്കോസിന്റെ മകൻ ഊരിയായുടെ മകൻ മെരേമോത്ത് കേടുപാടു തീർത്തു. അതിനപ്പുറം മെഷെസബയേലിന്റെ മകൻ ബ്രക്കിയുടെ മകൻ മഷുല്ലായും തുടർന്ന് ബാനയുടെ മകൻ സാദോക്കും തുടർന്ന് തെക്യോവ്യരും കേടുപാട് പോക്കി. എന്നാൽ അവരുടെ പ്രമാണികൾ കർത്താവിൻ്റെ വേലയ്ക്ക് സഹകരിച്ചില്ല. പസേഹയുടെ മകൻ യോയാദായും ബെസദിയായുടെ മകൻ മെശലാമും പഴയവാതിൽ പുനഃസ്ഥാപിച്ചു. അതിൻ്റെ കേടുപാടുകൾ തീർത്ത് കതകും ഓടാമ്പലും അന്താഴവും ഉറപ്പിച്ചു. ഗിബയോന്യനായ മേലദ്യായും യാദോനും ഗിബയോന്യരും മിസ്പായരുമാണ് നദിക്കിക്കരെയുള്ള ന്യായാസന സ്ഥലം വരെയും ഉള്ള പണികൾ തീർത്തത്. അതിനും അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യായും തട്ടാന്മാരിൽപ്പെട്ട ഹർഹയ്യായുടെ മകൻ ഉസിയേലും കേടുപാട് തീർത്ത് വീതിയുള്ള മതിൽ വരെ യെരൂശലേമിനെ ഉറപ്പിച്ചു. തുടർന്ന് യെരൂശലേമിന്റെ അധിപനായ ഹൂരിന്റെ മകൻ റഫായായും തുടർന്ന് ഹരൂമഹിന്റെ മകൻ യെദയാ അവന്റെ വീടിന് നേരെയുള്ള ഭാഗവും തുടർന്ന് ഹഷബ്നായുടെ മകൻ ആശൂവും കേടുപാടു തീർത്തു. ഹരീമിന്റെ മകൻ മൽക്കിയായും പഹദ് മോവാബിന്റെ മകൻ ഹശൂബും ചേർന്ന് ചൂളകളുടെ ഗോപുരം വരെയുള്ള ഭാഗം തീർത്തു. അതിനുമപ്പുറം യെരൂശലേമിന്റെ അർത്ഥ ഭാഗാധിപനായ ഹല്ലഹേഷിന്റെ മകൻ ശല്ലൂമും അവന്റെ പുത്രിമാരും കൂടി പണി തീർത്തു. താഴ്വരവാതിൽ ഹന്നൂനും സനോഹ്വാസികളും ചേർന്ന് പണി തീർത്ത് അതിൻ്റെ കതകും ഓടാമ്പലും അന്താഴവും ഉറപ്പിച്ചു. കുപ്പവാതിൽ വരെ മതിൽ 1000 മുഴം കേടുപാട് പോക്കി. കുപ്പവാതിൽ ബെത്ത് ഹെക്കേരേം ദേശാധിപൻ രേഖാവിൻ്റെ മകൻ മൽക്കിയ കേടുപോക്കി. കതകും ഓടാമ്പലും അന്താഴവും ഉറപ്പിച്ചു. ഉറവുവാതിലിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് മിസ്പാദേശാധിപതി കൊൽഹേസോയുടെ മകൻ ഷല്ലൂൻ ആയിരുന്നു പണി കഴിഞ്ഞ് മേഞ്ഞ് കതകും ഓടാമ്പലും അന്താഴവും ഉറപ്പിച്ചു. രാജാവിൻ്റെ തോപ്പിൻ്റെ നീർച്ചാലിന് സമീപമുള്ള കുളത്തിൻ്റെ മതിലും ദാവീദിൻ്റെ നഗരത്തിൽ നിന്നും ഇറങ്ങുന്ന കൽപ്പട വരെ പണി തീർത്തു. തുടർന്ന് ബെത്സൂർ അർസത്തിന് അധിപനായ അസ്ബുക്കിൻ്റെ മകൻ നെഹമിയ ദാവീദിൻ്റെ കല്ലറയുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിയുണ്ടാക്കിയ കുളം വരെയും ശക്തരുടെ ഗേഹം വരെയുമുള്ള സ്ഥലങ്ങളുടെ കേടുപാട് നീക്കി. അതിനെ തുടർന്ന് ലേവ്യനായ ബാനിയുടെ മകൻ രഹൂമും തുടർന്ന് കൊയില ദേശത്തിൻ്റെ അർത്ഥാധിപനായ ഹഷബിയ തൻ്റെ ദേശത്തിൻ്റെ പേരിൽ പണി തീർത്തു.
അവൻ്റെ സഹോദരൻ കൊയിലാദേശത്തിൻ്റെ അധിപനായ ഹനാദാദിൻ്റെ മകൻ ബാബായിയും തുടർന്ന് മിസ്പ പ്രഭുവായ യോശുവയുടെ മകൻ ഏവേർ തിരുക്കോണിലുള്ള ആയുധപ്പുരയിലേക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗവും പണിതീർത്തു. തുടർന്ന് സബായിയുടെ മകൻ ബറൂക്ക് ആ കോൺ തുടങ്ങി മഹാപുരോഹിതനായ എലിയാശീബിൻ്റെ വീട്ടുവാതിൽക്കൽ വരെ വേറൊരു ഭാഗം ഉത്സാഹപൂർവം പണിതീർത്തു. പിന്നീ നാട്ടുകാരായ പുരോഹിതന്മാരും തുടർന്ന് ബെന്യാമീനും ഹാശൂബും അവരുടെ വീടിന് നേരെയുള്ള പണികൾ തീർത്തു. തുടർന്ന് ഹക്കോസിന്റെ മകനായ ഊറിയായുടെ മകൻ മെരേമോത്ത് എലിയാശാബിന്റെ വാതിൽ തുടങ്ങി വീടിന്റെ അതിർവരെ പണി തീർത്തു. അതിനുശേഷം ഹനനിയായുടെ മകനായ മയസയായുടെ മകൻ അസീറിയ സ്വഭവനത്തിനു സമീപം കേടുപാട് തീർത്തു. തുടർന്ന് ഹേനാദാദിന്റെ മകൻ ബിനൂവി അസറിയായുടെ ഭവനം മുതൽ കോണിന്റെ തിരുവുവരെ മറ്റൊരു ഭാഗവും തീർത്തു. ഉസായിയുടെ മകൻ ബാലാൽ കോണിനും കാരാഗ്രഹത്തിന്റെ മുറ്റത്തോട് ചേർന്ന് രാജഗ്രഹം കഴിഞ്ഞു മുന്നോട്ടുള്ള ഗോപുരത്തിന് നേരെയും തുടർന്ന് പോരഷിന്റെ മകൻ പേദയായും കേടുപോക്കി. ദൈവാലയ ഭൃത്യന്മാർ ഓഫേലിന് കിഴക്ക് നിർവാതിലിനു നേരെയുള്ള സ്ഥലം മുതൽ ഗോപുരം വരെ പാർത്തിരുന്നു. വലിയ ഗോപുരത്തിനു നേരെ ഓഫേലിന്റെ മതിൽ വരെ മറ്റൊരു ഭാഗം തെക്കോവ്യർ പണി തീർത്തു. അശ്വപടിവാതിൽ മുതൽ ഓരോ പുരോഹിതനും തൻ്റെ വീടിന് നേരെയുള്ള ഭാഗം പണി തീർത്തു. തുടർന്ന് ഇമ്മേരിൻ്റെ മകൻ സാദോക്ക് സ്വഭവനത്തിന് നേരെയും കാവൽക്കാരൻ ശെകന്യായുടെ മകൻ ശെമയ്യായും ഏടുപോക്കി. തുടർന്ന് ശെമല്യായുടെ മകൻ അനനിയായും സരാഫിൻ്റെ ആറാമത്തെ പുത്രൻ ഹാനൂനും വേറൊരു ഭാഗം തീർത്തു. ബ്രാക്കിയായുടെ മകൻ മശുല്ലാം തൻ്റെ ഭവനത്തിനു നേരെയും തട്ടാനായ മൽക്കിയ ഹാമിഫ് ഗാദ് വാതിലിനു നേരെ ദൈവാലയദാസരുടെയും വർത്തകരുടെയും സ്ഥലം വരെയും കോണിങ്കലെ സൗധം വരെയും പണി തീർത്തു. പ്രസ്തുത സൗധത്തിനും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും വർത്തകന്മാരും മറ്റു കുറ്റപ്പണികൾ നിർവഹിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർഗമോർ